പുന്നപ്ര വയലാറിന്റെ സമരനായകൻ വിട പറഞ്ഞിട്ടും വലിയ ചുടുകാട്ടിലേക്ക് ഒരിക്കൽ കൂടി യാത്രയാക്കാനെത്തിയ കേരള ജനത. പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് വ്യാഴാഴ്ച രാവിലെയും VS അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. VS ഈ ദ്വയാക്ഷരത്തെ വിപ്ലവ കേരളം യാത്രയാക്കിയത് കണ്ണീർ പൊഴിച്ചും കണ്ഠമിടറുമാറ് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും പാതയോരങ്ങളിൽ കാത്തുനിന്നവരുടെ നീണ്ട നിര വലിയ ചുടുകാടിന്റെ ചരിത്ര ഭൂമികയിലേക്ക് നീണ്ടു. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നുവെങ്കിലും ചുടുകാടിന് മുന്നിലെ റോഡിൽ അവർ തടിച്ചുകൂടി. കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീണ്ടു ആ വിശാലമായ ജനസഞ്ചയം. എന്നിട്ടും അവസാനിച്ചില്ല ആ പ്രിയ നേതാവിനോടുള്ള സ്നേഹം. അവർ വ്യാഴാഴ്ചയും തുടർന്നു. എരിഞ്ഞടങ്ങിയ ജനനേതാവിന്റെ ചിതയ്ക്കരികിലേക്ക് ഹൃദയത്തിൽ സ്നേഹം നിറച്ച് അവർ വീണ്ടും എത്തി. രാവിലെ ഇവിടെ വരണമെന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുള്ളതായ ഒരു സഖാവ് വേറെ കാണത്തില്ല. ആരും പറഞ്ഞിട്ട് വരുന്നതല്ലല്ലോ. ഇത്രയും ആൾക്കാർ ഈ മഴയും ഒന്നും വകവെക്കാതെ ഇത്രയും നിന്ന് ബുദ്ധിമുട്ടി കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിയോടുള്ള സ്നേഹമാണ് എനിക്കും ഇഷ്ടമാണ്. VS എന്ന കമ്മ്യൂണിസ്റ്റ് കരുത്ത് അത്രമേൽ ആഴത്തിൽ ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയ ഒന്നാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴും വലിയ ചുടുകാട്. വിട പറഞ്ഞു പിരിഞ്ഞിട്ടും VSനടുത്തേക്ക് ഒരിക്കൽ കൂടി അവരെത്തുന്നതും VS എന്ന നഷ്ടത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. VS എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെയും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു വികാരമാണ്. ആ വികാരം എന്ന് പറയുന്നത് നമുക്ക് എത്ര അടക്കി വെച്ചാലും പുറത്തു വരുന്നൊരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ നമുക്ക് ഒരുപാട് ആവേശം പകരുന്നതാണ്. VSലൂടെ അവസാനിക്കുന്നത് ഒരു ചരിത്രം കൂടിയാണ്. 80 ആണ്ടുകൾ നീണ്ടുനിന്ന പ്രത്യയശാസ്ത്ര നിലപാടിന്റെ പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രം. വിപ്ലവസൂര്യൻ പോരാട്ട മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോഴും VS എന്ന രണ്ടക്ഷരം ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനോടെ തുടരും. തെളിമയാർന്ന നേതാവായി ഇനിയും നിലയ്ക്കാതെ വലിയ ചുടുകാട്ടിലേക്ക് തുടരുന്ന ജനങ്ങളുടെ പ്രവാഹം അത് വിളിച്ചു പറയുന്നുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.